ഹായ് ഡിയേഴ്സ്, രാവിലെ സ്മൂത്തി ഉണ്ടാക്കുന്ന സമയത്തെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിരിക്കുന്ന ഡപ്പയിൽ നിന്ന് അവൻ കശുവണ്ടി മാത്രം പെറുക്കിക്കൊണ്ട് ഓടുന്നത് ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിന് മുന്നത്തുള്ള വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കശുവണ്ടി അവൻ്റെ ഒരു വീക്ക്നെസ് ആണ്. ജിമ്മിൽ പോണേക്ക് മുന്നേ അവനോട് ഒരെണ്ണം ചോദിച്ചു കേട്ടോ, നട്ട്സ് ആദ്യം കൊടുക്കില്ലെന്നൊക്കെ വിചാരിച്ചത്, പിന്നെ ഒരെണ്ണമൊക്കെ കൊടുത്തു കേട്ടോ. പാവം എന്നെയും കൂടെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചപ്പം ടി വി വെച്ച് കൊടുത്തേ, അവിടെ ഇരുന്നോ ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞു. മാഷാന്ത് ബീറാണ് കേട്ടോ അവന് ഏറ്റവും ഇഷ്ടമുള്ള കാർട്ടൂൺ. അങ്ങനെ പോയതിന് ശേഷം ഞാൻ ആദ്യം ചായ കുടിക്കാമെന്ന് വിചാരിച്ചു, പിന്നെ വിചാരിച്ചു വേണ്ട സ്മൂത്തി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. സേനുവിന് ചായ കൊടുത്തു കേട്ടോ. ഇവർ ഭയങ്കര ചായപ്രാന്തരാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയി ആറ്റി കുടിക്കണം കണ്ടപ്പോൾ തന്നെ എനിക്ക് അറിയാമായിരുന്നു അത് മേത്താക്കുമെന്ന്. ഒട്ടും വൈകിയില്ല, നേരെ ആ ടീഷർട്ടിലൊക്കെ ആക്കി. വൈറ്റ് ടീഷർട്ട് ആയതുകൊണ്ട് തന്നെ നല്ല കറ പിടിച്ചു കേട്ടോ. പിന്നെ ഫുഡ് വാരി കൊടുക്കാൻ പോകുമ്പോൾ കാണിക്കുന്ന കോപ്രായങ്ങളാണ് ഈ കാണുന്നത്. ഇവന് ഫുഡ് വാരി കൊടുക്കൽ ഭയങ്കര ചടങ്ങാട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഡപ്പ കാണാനില്ല എന്ന്. നോക്കുമ്പോൾ ഇവൻ സോഫയുടെ ബാക്കിൽ കൊണ്ടൊന്ന് ഒളിപ്പിച്ച് വെച്ചേക്കാം കേട്ടോ. പിന്നെ ഇക്ക വന്നതിന് ശേഷം വേഗം പ്രോട്ടീൻ വാട്ടറൊക്കെ ആക്കി കൊടുത്തു. പിന്നെ നമ്മൾക്ക് ഇന്ന് ചീരത്തോരനൊക്കെ ആട്ടോ ആക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ ആക്കി. പിന്നെ ജിമ്മിൽ നിന്ന് വന്നതിന് ശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് ഏത്തപ്പഴം അതല്ലെങ്കിൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വേവിച്ച് കൊടുക്കും കേട്ടോ. അതെല്ലാം കഴിച്ചിട്ട് ആൾക്ക് വിശപ്പ് മാറിയില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് ആക്കുന്നതിന് മുന്നേയായിട്ട് മധുരക്കിഴങ്ങും ചമ്മന്തിയൊക്കെ ആക്കി. പിന്നെ 2 കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കെറ്റിലായിരുന്നു ഒരെണ്ണം ഉണ്ടായിരുന്നത്. ഇത് നമ്മൾ ക്ലബിലേക്ക് കൊടുത്തിരുന്ന കെറ്റിലാണ്, നമ്മുടെ പഴയ കെറ്റിൽ. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കെറ്റിലൊക്കെ നമ്മൾ പൊട്ടിച്ചു. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കേട്ടോ. നല്ല ചാളക്കറിയും തോരനും ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് എനിക്ക് അടുത്ത പണി കിട്ടി. വന്നിരിക്കുന്ന ഒരുത്തൻ ചുണ്ടൊക്കെ പൊട്ടിച്ച് പല്ലൊക്കെ കൊണ്ട് കീറി. പിന്നെ നോക്കുമ്പോൾ ദിച്ചുമോൻ്റെ കയ്യിലാകെ തൊലി പോയിരിക്കും കേട്ടോ. ഈ സോപ്പും പൊടി എടുത്തു കഴിഞ്ഞാൽ അവനക്ക് ഇതുപോലെ കൈയൊക്കെ ഇങ്ങനെ അലർജി വരാറുണ്ട്. പിന്നെ രണ്ടുപേർക്കും പണി കിട്ടിയത് കാരണം ഇന്നത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ